ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഈ ഒരു ദിവ്യമായ ഭാഗത്ത് നിങ്ങൾ തൊട്ടുകൊണ്ട് ശിവനെ വിളിച്ചാൽ ഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയും പെരുമഴ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പെയ്യിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ദിവ്യമായ ഈശ്വരീയമായ അനുഗ്രഹമുള്ള ഒരു ഭാഗമുണ്ട്, ഒരു കേന്ദ്രമുണ്ട് ശരീരത്തിൻ്റെ. അവിടെ തൊട്ടുകൊണ്ട് ശിവനെ വിളിക്കണം. ആ ശിവനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും അവരുടെ ജീവിതത്തിലേക്ക് സമ്പത്തെ ഭാഗ്യത്തിന്റെ പെരുമഴ തന്നെ ഭഗവാൻ പെയ്യിക്കും എന്നുള്ളതാണ്. അപ്പം ശിവനെ വിളിക്കുന്ന ഒരു മന്ത്രവും കൂടെ ഉണ്ട്, രഹസ്യ മന്ത്രം. ആ മന്ത്രവും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഉപകരിക്കും. ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല, ഒരിക്കലും എങ്ങൊന്നും കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇത് ആവശ്യം പോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ദിവ്യമായ അറിവുകളാണ് ഇത്. അത്ഭുതകരമായ ഒരു ശിവമന്ത്രമാണ്. അത് ശരീരത്തിന്റെ ഒരു പ്രത്യേക, നിങ്ങളുടെ ഒരു ദിവ്യമായ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തൊട്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് ആഗ്രഹങ്ങളെ സാധിച്ചു തരുവാനും എത്ര ദുരിതങ്ങൾ മാറ്റുവാനും ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകാനും മഹാലക്ഷ്മിയുടെയും പരമേശ്വരിയുടെയും എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും. ഗണേശന്റെയും മുരുകന്റെയും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, കാരണം എല്ലാം നന്മ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാന്റെ പ്രീതി ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാം ഭഗവാൻ സർവം പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തിയാണ് പരമേശ്വരൻ. അപ്പൊ അത് നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് അല്ല, വാട്സപ്പ് വഴി മാത്രമാണ്. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. അത് പറ്റുന്നവർക്ക് റിപ്ലൈ തരും, ഫ്രീ ആകുന്നതനുസരിച്ച്. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്ന രീതി പറയും. എന്നിട്ട് കേട്ടൊരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തുന്ന ഒരു രഹസ്യവിദ്യയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. മറ്റൊന്നും കൊണ്ടല്ല, വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. ഇനി വീഡിയോയിലേക്ക് വരാം, വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ ഈ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം ഒരു രഹസ്യ മന്ത്രമാണ്. നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ശിവമന്ത്രമാണ്. മനയ വശി. കണ്ടല്ലോ, മനയ വശി, മനയ വശി. ഇത് നമശിവായുടെ തന്നെ ഒരു വകഭേദമാണ്. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയും കൂടാ, അതുകൊണ്ട് നോക്കിയിട്ട് ജപിക്കുക. മനയ വശി അത്ഭുതകരമായ മന്ത്രമാണ്. അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഉപകരിക്കും. അപ്പോഴേ ഈ മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത്? നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ട്, അത് ദിവ്യമായ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ, ഊർജ കേന്ദ്രങ്ങൾ. അത് എവിടെ തൊട്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്? നിങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ തൊടണം? കൈകൊണ്ടാണോ? അല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് തൊട്ട് ജപിച്ചാൽ മതി. മനസ്സുകൊണ്ട് ഹൃദയത്തിൽ ജപിച്ചാൽ മതി. അല്ലാതെ മനസ്സുകൊണ്ടാ തൊടണ്ട, ശരീരം കൊണ്ടോ കൈ കൊണ്ടോ ഒന്നുമല്ല. മനസ്സുകൊണ്ട് ഹൃദയത്തെ ഈ മന്ത്രം ജപിച്ചാൽ മതി. ഹൃദയത്തിൽ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ ധ്യാനിച്ച് ഈ മന്ത്രം ജപിച്ചാൽ മതി. അപ്പൊ ഈ മന്ത്രം വാഗുകൊണ്ടാണോ ജപിക്കുന്നത്? അല്ല, മനസ്സ് ജപിച്ചാൽ മതി. അതാണ് എൻ്റെ രഹസ്യം. ഈ മന്ത്രം നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിച്ച് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുക. ഹൃദയത്തിൽ ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു സ്വർണ്ണ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രകാശം സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കുക. ധ്യാനിച്ച് ഒരു 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 സ്വർണ്ണ നിറത്തിലുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പ്രകാശം ഒരു ചെറിയ രീതിയിൽ ഹൃദയത്തിൽ സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കുക മനസ്സിൽ. അപ്പം മനയ വശി മനസ്സിൽ ജപിക്കുക. ഇത് നിങ്ങൾ കിടക്കപ്പായി ഇരുന്നു കൊണ്ട് ചെയ്യാം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാം. ഒരു ദിവസം തന്നെ പലതവണ ചെയ്യാം. ഇതിന് ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഒന്നും ഭഗവാനോട് ആവശ്യപ്പെട്ടില്ലേ പോലും, നിങ്ങൾ ഒരു വിവാഹം നടക്കാത്ത ഒരാളാണെങ്കിൽ നല്ലൊരു ബന്ധം വരാൻ ഉപകരിക്കും. അതുപോലെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പിണക്കമാണെങ്കിൽ ആ പിണക്കങ്ങൾ മാറാൻ ഉപകരിക്കും. അതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യം ഇല്ലാത്തവർക്ക് ഐക്യം ഉണ്ടാകാൻ ഉപകരിക്കും. നമ്മൾ പറയുന്നൊക്കെ ആൾക്കാർ കേൾക്കും. അപാരമായ വശ്യമാണ്. സാമ്പത്തികമായ തടസ്സങ്ങൾ മാറും. ഇപ്പോൾ ഒരു ലോണിന് അപേക്ഷിച്ചു, ആ ലോണ് കിട്ടുന്നില്ല.
ആ ലോണൊക്കെ തടസ്സം മാറി കിട്ടാൻ വേണ്ടി ഉപകരിക്കും. തൊഴിൽ ഉയർച്ച ഉണ്ടാകും. ഏത് തൊഴിൽ ചെയ്താലും സമ്പത്തും സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടായി വരാൻ ഉപകരിക്കും. പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ നമ്മളെ തേടി വരും. അത് നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ ഭഗവത് ചിന്തയോടുകൂടി ചെയ്യുക. പുതിയ പുതിയ വരുമാന മാർഗങ്ങളെ, പുതിയ പുതിയ ഐശ്വര്യങ്ങള്, സമ്പത്ത്, ഭൂമി, വീട്, നമുക്ക് വേണ്ട ഭൗതിക സുഖങ്ങളെല്ലാം ഭഗവാൻ തരും. അതുപോലെ ആത്മീയ അനുഗ്രഹങ്ങളും തരും എന്നുള്ളതാണ്. അപ്പം ഏത് തരത്തിലുള്ള തടസ്സങ്ങളെ മാറ്റുവാനും അതുപോലെ ശത്രുദോഷങ്ങൾ, ചില വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ വീടുകൾ കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ നമുക്ക് കയറാൻ പോലും തോന്നത്തില്ല. ഒരു വളരെ ഇരുണ്ട്, വളരെ മൂടാപ്പോട് കൂടി എല്ലാം ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിലൊക്കെ പല ദോഷങ്ങളും കാണും. ഒന്നുമില്ലെങ്കിൽ ആ ഭൂമിക്കാണെങ്കിൽ ശാപദോഷം കാണും, അല്ലെ അവിടെ താമസിക്കുന്നവർക്ക് അവർക്ക് കുടുംബപരമായിട്ട് ഏതെങ്കിലും ദോഷങ്ങൾ കാണും, അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഏതെങ്കിലും വെച്ചാരാധനകളുള്ളതായിരിക്കാം, അല്ലെ ആ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി മരിക്കുക, അങ്ങനെ അപമൃത്യുകൾ നടന്നിട്ടുള്ള വീടുകളായിരിക്കാം. ഇങ്ങനെയുള്ള വീടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വീടുകളിലൊക്കെ തന്നെയാണേലും അവിടെയൊക്കെ തന്നെയാണേലും നമുക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ, ഒരു ജീവിതത്തിലേക്ക് ആ വലിയ മാറ്റങ്ങൾ വരാൻ ഈ ഒരു മന്ത്രത്തിന് ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഈ മന്ത്രം നമ്മൾ ജപിക്കുക. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ജപിക്കുക. ഹൃദയത്തിൽ ഒരു സ്വർണ്ണ പ്രകാശം, അതായത് മഞ്ഞ നിറത്തിലുള്ള പ്രകാശം സങ്കല്പിച്ച് രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ജപിക്കുക, വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ജപിക്കുക. ഇതിന് പ്രത്യേകിച്ച് ചര്യയൊന്നും ഇഷ്ടമൊന്നുമില്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കുക. നമശിവായുടെ തന്നെ ഒരു വകഭേദമാണ് ഈ മന്ത്രം. മനസ്സിലായില്ലേ? ഇതെല്ലാം നമശിവായുടെ വകഭേദമായ മന്ത്രങ്ങളാണ്. ഇത് ജപിക്കുക, ശുദ്ധ മനസ്സോടുകൂടി ജപിക്കുക, ഈശ്വര എന്നുള്ള, ഭഗവാനെ എന്നുള്ള ചിന്തയെ ജപിക്കുക. നമുക്ക് എത്ര വലിയ പ്രതിസന്ധികളെ, തടസ്സങ്ങളെ ഒക്കെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. മാത്രമല്ല ഏഴര ശനി സമയങ്ങൾ, ഈ ഏഴര ശനി സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു വാഹനം ഉപയോഗിക്കുമ്പോഴേ അപ്രതീക്ഷിതമായിട്ട് പല തടസ്സങ്ങളോ തട്ടോ മുട്ടോ വീഴ്ചയോ ഒക്കെ സംഭവിക്കാം. ഒരു ബിസിനസ് ചെയ്താൽ അതിൽ പരാജയം ഉണ്ടാകാം. അതുപോലെ ഒരു ഏതെങ്കിലും കാര്യത്തിന് പണം മുടക്കി കഴിഞ്ഞാൽ ആ പണം നഷ്ടപ്പെടാം. കണ്ടകശനി സമയത്ത് നമ്മൾ ഒരു വീട് വെക്കുന്നു, ചിലപ്പോൾ ആ വീട് കടം കൊണ്ട് നമ്മൾ ഒരു വഴിയാകാം, കടം കയറി. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങുന്നു, കടം കയറി ഒരു വഴിയാകാം. ഇങ്ങനെ പല പല ഈ ശനിയുടെ ദോഷ സമയങ്ങളിലും എല്ലാം ഈ ഒരു മന്ത്രത്തിന് ഇതിനെയൊക്കെ ഇതിന്റെ എല്ലാ ഈ കണ്ടകശനിയുടെ ആയിക്കോട്ടെ, ഏഴര ശനിയുടെ ആയിക്കോട്ടെ, ജന്മശനി ഉള്ള സമയത്ത് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആ ബിസിനസ്സിലൊക്കെ വലിയ തകർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ എല്ലാത്തിനെയും മാറ്റാനും ഈ മന്ത്രത്തിന് ശക്തി ഉണ്ട് എന്നുള്ളതാണ്. നമശിവായയുടെ തന്നെ ഒരു വകഭേദമാണ് ഈ മന്ത്രം. മനസ്സിലായില്ലേ? മനയ വശി, ഇത് ഞാൻ വീഡിയോയുടെ താഴെ എഴുതി കൂടി ഇടുന്നുണ്ട്. മനസ്സ് ജപിച്ചാൽ മതി, ഇതാണ് അതിൻ്റെ രഹസ്യം. അത്ഭുതകരമായ ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. മാത്രമല്ല ഏത് ശത്രുക്കളുടെ ഏത് പ്രവർത്തനങ്ങളും നിങ്ങൾക്കെതിരെയുള്ള സ്തംഭിക്കും. മനസ്സിലായില്ലേ? ശത്രു എത്ര വലിയവനും ആയിക്കോട്ടെ, ശത്രുക്കളുടെ നിങ്ങളുടെ എതിരെയുള്ള പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കാൻ ഈ മന്ത്രത്തിന് ശക്തിയുണ്ട്. ആരെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ ശക്തിയുണ്ട്. അങ്ങനെ ഒരുപാട് ഈശ്വരീയമായ നല്ല ഈ മന്ത്രങ്ങൾ ജപിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പുണ്യക്ഷേത്രങ്ങളിലും ഒക്കെ പോകാൻ അവസരം ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും, പുണ്യ അനുഭവങ്ങൾ ഉണ്ടാകും, ഈശ്വരമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾ എപ്പോഴും സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിൽ ജപിച്ചാൽ മതി കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ജപിക്കാം. എന്നുവെച്ചാൽ റോഡിൽ കൂടെ നടക്കുമ്പോഴോ, റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ, വണ്ടി ഇരിക്കുമ്പോഴോ ഒന്നുമല്ല, ജോലിക്കടയിലൊന്നുമല്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജപിക്കാം. പിന്നെ രാവിലെ കിടക്കപ്പായിരുന്നുകൊണ്ട് ജപിക്കണം, വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ജപിക്കുക, കുളി കഴിഞ്ഞാൽ ഉടനെ കുളിമുറി എന്ന് ജപിക്കുക. ഇതൊക്കെ ചെയ്യുക. കുളിമുറി എന്ന് ജപിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ജപിക്കണം, വസ്ത്രം എടുത്തുകൊണ്ട് കുളി തോർത്തി കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതിൽ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെ മാലിന്യങ്ങൾ എല്ലാം ശുദ്ധീകരിക്കും. നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ എന്താണ്? കാമം, ക്രോധം, ഇങ്ങനെയുള്ള അസൂയ, കുശുമ്പ്, ഡംബ്, ആർത്തി, ഇതൊക്കെയാണ്. ലോഭം എന്ന് പറയും, ആർത്തി എല്ലാത്തിനോടും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വികാരങ്ങളുണ്ട്. ഇതിനെല്ലാം ശുദ്ധീകരിക്കാൻ ഈ എന്ന അക്ഷരത്തിന് ശക്തിയുണ്ട്. ന എന്ന അക്ഷരത്തിന് ഭൗതികമായ സുഖങ്ങൾ, ഭൂമി, വീട്, സമ്പത്ത്, ഇതൊക്കെ നമുക്ക് നേടിത്തരാനുള്ള ശക്തി ന്യായ്ക്കുണ്ട്. യ എന്ന അക്ഷരം നിങ്ങളുടെ ആത്മീയമായ ബലം, ആത്മശുദ്ധി നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ആത്മാവ് തന്നെയാണ്. വ എന്ന അക്ഷരം ദേവിയാണ്, ആദിപരാശക്തിയാണ്. ഷി എന്ന അക്ഷരം ശിവനാണ്. ഇങ്ങനെ രഹസ്യം അറിഞ്ഞ് മന്ത്രം ജപിക്കുക. മാത്രമല്ല ഈ നമശിവായ എന്ന മന്ത്രത്തിനകത്ത് ഭൂമി, ജലം, അഗ്നി, വായു,
ആകാശം. ഈ 5 ഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് നാമ ശിവായ എന്ന ഈ അക്ഷരം. പഞ്ചഭൂതങ്ങളുമായി താതാത്മ്യം പ്രാപിക്കാനും പഞ്ചഭൂതങ്ങൾ നമുക്ക് അനുകൂലമാകാനും നമ്മളുടെ ശരീരത്തിലെല്ലാം പഞ്ചഭൂത നിർമ്മിതങ്ങളാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തിലെല്ലാം പഞ്ചഭൂത നിർമ്മിതങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ചൂടുണ്ടാകുന്നു അല്ലെ, ചില സമയങ്ങളിൽ ശരീരം ചൂടാകും. അതാ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ ഒരു 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 ഇത് തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ ജലമുണ്ട് അല്ലെ, നമ്മുടെ ശരീരത്തിൽ വെള്ളമുണ്ട്, നമ്മൾ വിയർക്കും, അത് ആ ജലത്തിന്റെ ഒരു ഇതാണ്. ഇതുപോലെ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലും ഉണ്ട്, അതുപോലെ വെളിയിലും ഉണ്ട് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ പ്രപഞ്ചം മുഴുവനും, നമ്മുടെ ശരീരവും. ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് നമശിവായ ശിവൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ഒരു മന്ത്രത്തിന് നിങ്ങൾ ജപിക്കുന്ന ഈ മന്ത്രം ജപിച്ചാൽ മതി. മനയവശി. മനയവശി നമശിവായുടെ ഒരു വകഭേദമാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ വിദ്യ ചെയ്യുമ്പോൾ മനയവശി എന്ന് ജപിച്ചാൽ മതി. അപ്പോഴേ ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം നിങ്ങൾ ശിവന് തിങ്കൾ ശനി ദിവസങ്ങളിൽ കൂവളത്തിലെ അർച്ചനയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ഒരു നെയ്വിളക്കം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ നല്ലതാണ്. രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ കൂവളത്തിലെ അർച്ചനയുടെ രഹസ്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. നമ്മൾ എന്തൊക്കെ വഴിപാട് ചെയ്താലും നമുക്ക് അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർമ്മദോഷങ്ങൾ മാറണം. ഈ കർമ്മദോഷങ്ങൾ മാറുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ആ പ്രാർത്ഥനകളോ നമ്മുടെ പ്രവൃത്തികളോ ഒക്കെ വേണ്ട രീതിയിൽ ഫലം കാണണമെന്നില്ല. അതുകൊണ്ട് കൂവളത്തിലാർച്ചന ചെയ്തിട്ട് ചെയ്യുന്ന വഴിപാടുകൾ ഫലം കാണും. അതുകൊണ്ടാണ് പറഞ്ഞത് കൂവളത്തിലാർച്ചന ചെയ്തിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. എന്ന് വെച്ചാൽ കൂവളത്തിലാർച്ചനയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും 2 രസീത് ഒന്നിച്ച് നടക്കി വെക്കാം. നെയ്വിളക്കോടെ വെക്കുക, നെയ്വിളക്ക് കത്തിച്ച് വെക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്. ഇനി നെയ്വിളക്കില്ലാത്തടത്ത് ചെറിയ കുപ്പി കിട്ടുമല്ലോ, 15-20 അല്ല 30 രൂപയുടെ നെയ്യ്, അത് വാങ്ങിച്ച് കൂട്ടത്തിൽ വെച്ചാലും മതി. ഇത് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ഒരു 6-നും 7-നും ഇടയ്ക്ക് ശിവക്ഷേത്രത്തിൽ വെക്കുക. നെയ്യ് സമ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. കൂവളത്തിലർച്ചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മദോഷം, മുൻജന്മ കർമ്മദോഷം തീരാൻ വേണ്ടിയാ. ഈ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയാ. അപ്പൊ ഈ കർമ്മദോഷം തീരുമ്പോഴല്ലേ ഭാഗ്യം ഉണ്ടായാലേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഒരു കർമ്മദോഷം ഉള്ളവന് എന്നെ കൈ കിട്ടിയാൽ അത് അനുഭവ ഗുണം ഉണ്ടാകത്തില്ല. ഞാനതൊരു ചെറിയ കഥയിലൂടെ പറഞ്ഞുതരാം. അതായത് ഒരു 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 കഥയാണ്, നിങ്ങൾക്ക് അതിന്റെ സാരാംശം മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഒരു ശിവഭക്തൻ, അയാൾ എപ്പോഴും ശിവനെ വിളിച്ചിട്ട് പറയും, ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, സമ്പത്ത് നൽകണേന്ന്. അപ്പോഴേ പാർവതി ദേവി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, എത്രയോ നാളായിട്ട് അങ്ങേ ഭജിക്കുന്നതാണ്, ആ ഭക്തൻ എന്തെങ്കിലും സാമ്പത്തികം കൊടുക്കാൻ വയ്യേ. അപ്പം ഭഗവാൻ പറഞ്ഞു, ദേവി അവന് കർമ്മദോഷമുണ്ട്, അവനത് മാറിയാലേ ഇത് കിട്ടിയാൽ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം പാർവതീദേവി പറഞ്ഞു, അതല്ല സ്വാമി, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്ക്, ഒരു സാമ്പത്തികം കൊടുക്ക്. ശരി, ഞാനത് കാണിച്ചു തരാം. ഭഗവാനെ ഈ ഭക്തൻ വരുന്നിടത്ത് ഒരു കുടത്തിനകത്ത് സ്വർണ്ണ നാണയം വെച്ചു. അപ്പൊ ഈ ഭക്തൻ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം അന്ന് അയാൾക്ക് തോന്നി, ആ സ്വർണ്ണക്കുടം വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് വരാൻ നേരത്തെ അയാൾക്ക് തോന്നി, ഇത്രയും നേരം ഞാൻ കണ്ണ് തുറന്നാണ് നടക്കുന്നത്, ഇനി കുറച്ചു നേരം ഒന്ന് കണ്ണടച്ചിട്ട് നടന്നു നോക്കാം, എന്നാ വരുമോന്ന് അറിയാമല്ലോ. അപ്പൊ ആ സ്വർണ്ണക്കുടം ഇരുന്നിടത്ത് വന്നപ്പോഴത്തേന് കണ്ണടച്ച് ആശാന വഴി കടന്നുപോയി. കർമ്മദോഷമാണ്, പറഞ്ഞിട്ടില്ല, അനുഭവിക്കാൻ പറഞ്ഞിട്ടില്ല. ചില ആളുകളെ കണ്ടിട്ടുണ്ട്, വലിയ പൈസ കാണും ഒരുപാട്, അത് ബാങ്കിൽ കൊണ്ടിടും, എന്നും ചമ്മന്തി അരച്ച് കഴിക്കുക, അവിടെ നിന്ന് ഇവിടുന്ന് ഇലയൊക്കെ പറിച്ച്, അതൊക്കെ നല്ലതാ, മോശമാണെന്നല്ലേ പറഞ്ഞത്. പക്ഷെ എന്നും ഈ പൈസ മുടക്കാതെ ലാഭിച്ച് പിശുക്കൊണ്ട് കഴിച്ചാൽ ദിവസവും അതൊരു നല്ല കാര്യമല്ല. മനസ്സിലായില്ലേ? അങ്ങനെ നല്ലൊരു ആഹാരം കഴിക്കത്തില്ല. എവിടെങ്കിലും പോയാൽ അല്പം പിന്നെ വിശന്ന് ദാഹിച്ചാൽ പോലും വെള്ളം കുടിക്കത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല, ആർക്കും ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല, പൈസ ഇഷ്ടം പോലെ അക്കൗണ്ടിൽ കാണും. ഇവർ ജീവിതം മുഴുവൻ ദാരിദ്ര്യത്തിലായിരിക്കും കഴിക്കുന്നത്, അങ്ങനെ ദാരിദ്ര്യത്തിലായിരിക്കും കഴിയുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്. അങ്ങനെ സമ്പാദിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല, അത് കർമ്മദോഷം തന്നെയാണ്. നമുക്ക് പൈസ ഉണ്ട്, ആ പൈസ കൊണ്ട് നമുക്ക് ജീവിതം നല്ല രീതിയിൽ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കർമ്മദോഷം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാൻ, അനുഭവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കർമ്മദോഷങ്ങൾ മാറാൻ കൂവളത്തിലെ അർച്ചനയാണ് ഏറ്റവും നല്ലത്. അത് തിങ്കളാഴ്ച ഭഗവാന് ചെയ്താൽ വളരെ ഫലമാണ്. ശനിയാഴ്ചയും ചെയ്യാം, നിങ്ങളുടെ പക്കനാളിനും ചെയ്യാം, പെട്ടെന്ന് ഫലം കിട്ടും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയോ എന്ത് ചെയ്താലും ഫലമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല കേട്ടോ. ഞാനിതെല്ലാം ആ ഭഗവാനെ ചിന്തിച്ച് പറഞ്ഞു തരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇനി പ്രദോഷത്തിൻ്റെ അന്ന് വൈകുന്ന പാട് ഒരു കൂവളത്തിലെ അർച്ചനയും ഒരു പിൻവളക്കിന്റെ രസീതും എടുത്ത് അതിൻ്റെ കൂടെ അല്പം നെയ്യും കൂടെ ശിവനെ സമർപ്പിക്കുക, സാമ്പത്തികം ആവശ്യപ്പെടുക. പ്രദോഷത്തിനന്ന് വൈകുന്ന പാട് മാസത്തിൽ ഒന്ന് ചെയ്യുക, വലിയ സാമ്പത്തികം വരും.
പിന്നെ അതുപോലെ തന്നെ ഈ രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതിന് ഏറ്റവും പ്രധാനം അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫലമില്ല, വേറെ ഒരു ഡോക്ടറെ കാണണം, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് തിങ്കൾ, ശനി, ഞായർ ഈ ദിവസങ്ങളിൽ കൂവളത്തിലാർച്ചന, ജലധാര, ഇത് മൃത്യുഞ്ജയാർച്ചന ഇത് ചെയ്യുക. സകല ദുരിതങ്ങളും മാറിക്കിട്ടും. ട്രീറ്റ്മെൻറ്റിന് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം നമഃ ശിവായ. ശിവായ നമഃ. ശിവ ശിവ.